ഇനി കാസർഗോഡ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോയാൽ അവിടെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരായ LDFന്റെ വിവാദ വീഡിയോ വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. LDFന്റേത് വർഗീയ പ്രചാരണമെന്നാണ് ആക്ഷേപമുയരുന്നത്. അപ്പോൾ ആ വീഡിയോ പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുസ്ലിം ലീഗും അറിയിക്കുകയാണ്. ഈ വിവാദങ്ങൾക്കും അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾക്കുമൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകുന്ന മറുപടി അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് UDF സ്ഥാനാർത്ഥിക്ക് പ്രചാരണത്തിനിറങ്ങാൻ നെറ്റിയിലെ കുറിമായ്ച്ചു കളയണമെന്നും കയ്യിലെ ചരട് പൊട്ടിച്ചു മാറ്റണമെന്നും മുണ്ടിടത്തോട്ടുടുക്കണമെന്നും പറയുന്ന വീഡിയോ ആണ് LDF ഇറക്കിയത്. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെയും CPM ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന CH കുഞ്ഞമ്പു MLAയുടെയും ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജിലാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. വിവാദമായതോടെ വീഡിയോ നീക്കം ചെയ്തു. വീഡിയോക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഇത് മുസ്ലിം സമുദായത്തെ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ഒന്നടങ്കം അപമാനിക്കുന്നതിന് വേണ്ടി, തരം താഴ്ത്തുന്നതിന് വേണ്ടി വർഗീയ ചേരിതിരിവുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് CPM കരുതിക്കൂട്ടി ഇത്തരം ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മുസ്ലിം സമുദായത്തെ ആകെ അപമാനിക്കുന്ന വീഡിയോയെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഇത്രയും വലിയൊരു വർഗീയ പാർട്ടിയെ ഈ കാസർഗോഡ് ജനങ്ങൾ കണ്ടിട്ടില്ല. സ്ഥാനാർത്ഥി എന്തൊരു അപമാനമാണ്. തളങ്കരയെ പോലൊരു സ്ഥലം വർഗീയവാദികളുടെ ഭൂമിയായി ചിത്രീകരിച്ച അവർക്ക് ഈ ന്യൂനപക്ഷങ്ങൾ മാപ്പ് കൊടുക്കില്ല. വർഗീയ പ്രചാരണത്തിൽ CPM BJPയെ മറികടന്നതായി എന്നെ നെല്ലിക്കുന്ന MLA ആരോപിച്ചു. ഇത് തീർച്ചയായും ഈ കാസർഗോഡിൻ്റെ പാരമ്പര്യത്തിനും സാംസ്കാരിക പൈതൃകത്വത്തിനും ഏറ്റ ഒരു മുറിവാണ്. ഈ മുറിവ് ഏൽപ്പിച്ചിട്ടുള്ളത് CPM ആണ്. ഈ മുറിവ് ഉണങ്ങാൻ കുറേ കാലമെടുക്കും. അതിൻ്റെ ഉത്തരവാദി CPM ആണ് എന്ന കാര്യത്തിൽ യാതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ വീഡിയോ പുറത്തിറങ്ങിയത് ദോഷം ചെയ്യുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. വീഡിയോ പുറത്തു വന്നത് സംബന്ധിച്ച് പാർട്ടിയിലും ചർച്ചയായിട്ടുണ്ട്. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.